ഇത്രയൊക്കെ എനിക്ക് എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേതെ തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയി ഇട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. ഇമ്പൊക്കെ സത്യമായിട്ട് ഇമ്പളെ MP സാറ്, ഇമ്പളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകർ, ഇവിടുത്തെ എല്ലാ ചാനലുകളും, പത്രം എന്ന് പറയുന്ന ഈ ചാനലുകൾ, പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇമ്പളെ എല്ലാ സപ്പോർട്ടും ചെയ്തു. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സഹായം പോയി കിട്ടിയില്ല. കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിനെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സും ഉണ്ടാവുകയിനി അതെടുക്കുകയും ചെയ്യേനി. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയുക, ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പം എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ഠി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്? നമസ്കാരം. സ്വന്തം മക്കളുമായി ഏറ്റവും ആത്മബന്ധമുള്ളത് ആരാണ്? അത് അമ്മയല്ലാതെ വേറെ ആരുമില്ല. ഇക്കാലത്ത് മക്കളെ കഴുത്തും ഞെരിച്ച് കൊല്ലുകയും പുറത്തേക്ക് വലിച്ചെറിയും എന്നുള്ള കാലത്ത്, എന്നാൽ ഒരു സത്യസന്ധമായി മക്കളെ സ്നേഹിച്ച് അവരെ പുന്നരിച്ച് അവളെ വളർത്തിയെടുത്ത് അവരുടെ ഓരോ അനക്കങ്ങളും കണ്ട് അവർ വളർന്നു വലുതായാലും മക്കൾ തന്നെയാണ്. ആ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എത്ര കാലം കഴിഞ്ഞാലും അത് മാറ്റാൻ കഴിയില്ല. അത്രയും പൊക്കിൾ ചൊടി ബന്ധമാണ് അമ്മയും മക്കളും തമ്മിൽ. ഇവിടെ ഇതാ ഒരമ്മ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി പറയേണ്ടി വന്നു, എൻ്റെ മകൻ ഇനി ജീവനോടെ ഇല്ല, ഇനി ജീവനോടെ കിട്ടുകയില്ല. അതെ, ആ അമ്മ പറയുമ്പോൾ ഹൃദയം പൊട്ടിയിട്ടാണ് പറയുന്നതെങ്കിലും ഹൃദയം പൊട്ടി അവർ പൊട്ടിക്കരഞ്ഞില്ല. കാരണം അവർ ഒരു ധീരയായ അമ്മയാണ്. ആ ധീരയായ അമ്മ അവർക്ക് അവരുടെ മകൻ നേരിട്ട ഭീകരമായ അനുഭവങ്ങൾ പങ്കിട്ടു. നമുക്ക് അന്ന് ആ 6-ാം ദിവസം ഈ സംഭവം നടന്ന് ഷിരൂരിൽ ഗംഗാവലി പുഴയുടെ തീരത്ത് 1/4 കിലോമീറ്റർ ദൂരത്തിൽ മല ഇടിഞ്ഞ് ഒരു തെങ്ങിൻ പൊക്കത്തിൽ മലവെള്ളപ്പാച്ചിലിൽ അതിവേഗത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്ന പോലെ മറിഞ്ഞ് കുത്തിയൊലിച്ചു പോകുമ്പോൾ അവിടെ ഉണ്ടായുള്ള സംഭവങ്ങൾ കൃത്യമായി ആ അമ്മയുടെ മനസ്സിൽ അല്ലെ സ്വപ്നത്തിൽ ദർശനമുണ്ടായിരിക്കാം. ആ ദർശനത്തിൽ അവർ കൃത്യമായി അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ പട്ടാളത്തിൻ്റെ പിടിപ്പുകേടിൽ കൃത്യമായി പറഞ്ഞു. നമുക്കറിയാം, ചന്ദ്രനിൽ പോലും ചന്ദ്രയാനെ ഇറക്കിയിട്ടുള്ള ഇന്ത്യയാണ്. എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു വലിയ വിസ്ഫോടനം ഉണ്ടായപ്പോൾ സാറ്റലൈറ്റ് വഴി ഇന്ത്യ ഗവൺമെൻറ് അപ്പോൾ തന്നെ കിട്ടും. സാറ്റലൈറ്റ് വഴി സന്ദേശങ്ങൾ അപ്പോൾ കിട്ടും. ഈ സ്ഥലത്ത് ഇന്നതുണ്ടായി എന്ന് ഇന്ത്യ ഗവൺമെൻറ് അപ്പോൾ അറിയാം. ആ അറിയുന്ന കാര്യത്തിൽ ഞാൻ അറിയില്ലെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിയോട് 4-ാം ദിവസം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്നത്. കേരളത്തിലെ മന്ത്രിമാരെ പറ്റി നമ്മൾ പറയണ്ട. അവരിപ്പം കുവൈറ്റിലാണെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ ഇപ്പം വീണ ജോർജ് ഇവിടുന്ന് കയറി പോയിട്ടുണ്ടാവും. കാരണം ഇവിടുന്ന് കുറേ പൈസ അടിച്ച് മാറ്റാമെന്നുള്ളതിൽ പോയിട്ടുണ്ട്. ഇപ്പം തന്നെ അടിച്ചു വിട്ടിട്ടുണ്ട് സ്ഥലത്തെ. എന്നാൽ ഈ പ്രദേശത്ത് ഒരു കുട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല. അവിടെ രാഘവേട്ടൻ മാത്രമാണ് എത്തിയത്. ഇന്ന് AKM അഷ്റഫ് സംഭവ സ്ഥലത്ത് നിന്ന് മഞ്ചേശ്വരം MLA സംഭവ സ്ഥലത്തെത്തി അവിടെ നേരിട്ട് ബോധ്യപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ പറയുന്ന ലോറി ഈ സ്ഥലത്തുണ്ട്, അത് അമ്മ പറഞ്ഞ സ്ഥലത്താണ്. കഴിഞ്ഞ 6-ാം ദിവസം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അമ്മ പറഞ്ഞു, എൻ്റെ മകൻ ജീവനോടെ ഇനി കിട്ടില്ല. അങ്ങനെ പറഞ്ഞതിന് കാരണം കരപ്രദേശത്തും റോഡ് പ്രദേശത്ത് മണ്ണെല്ലാം നീക്കി കഴിഞ്ഞു എന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ അമ്മ പറഞ്ഞു, ആ മണ്ണ് എങ്ങോട്ടാണ് മാറ്റിയിട്ടത്? ആ തട്ടുകട ഉണ്ടായിരുന്ന 5 പേർ ഉണ്ടായിരുന്ന മരണപ്പെട്ട അവരുടെ ബോഡി കിട്ടിയ ആ പ്രദേശത്ത് ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് മണ്ണ് തള്ളിയിടുകയായിരുന്നു. ഈ ഗംഗാവലി പുഴയുടെ തീരത്തേക്ക് തള്ളിയിടുകയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. ആ അമ്മ പറഞ്ഞ വരികളാണ് നമ്മൾ ഇതിന്റെ മുന്നിൽ കൊടുത്തിട്ടുള്ളത്. ആ അമ്മ പറഞ്ഞിട്ടുള്ള പൂർണ്ണമായ വീഡിയോ വീണ്ടും നമുക്ക് കാണേണ്ടതാണ്. അവർ പറഞ്ഞ പട്ടാളം എന്തിനാണ് വന്നത്? കാരണം പട്ടാളത്തിന്റെ കൈവശം എന്തുണ്ടാവും? ഏറ്റവും ലേറ്റസ്റ്റ് ആയ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ഒരു മണ്ണാങ്കട്ടയും ഇല്ലാതെ വെറുതെ വന്നിരിക്കുകയാണ്. ഒരു ജീവൻ ഇത്രയേ വിലയുള്ളൂ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. സ്വന്തം മകന്റെ ജീവന് ലോകത്തിലെ മറ്റെന്ത് കൊടുത്താലും അതിൻ്റെ മകന്റെയോ മക്കളുടെയോ ജീവന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. അതാണ് സത്യം ഒരു അമ്മയ്ക്ക്. ആ അമ്മ അതാണ് പ്രകടിപ്പിച്ചത്. എന്നിട്ടും അമ്മ പറഞ്ഞത്, എൻ്റെ മകനുണ്ടായ സംഭവം എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്.
ഇത് പാവപ്പെട്ടവർക്ക് നീതി കിട്ടില്ല. അവിടെ ഇന്ത്യ ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു മണ്ണാങ്കട്ടിയുമില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മളെ പ്രതീക്ഷിച്ച് വലിയൊരു വിഗ്രഹമാണ്. അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കും. പിണറായി ചെയ്യില്ല എന്നറിയാം, കർണാടക ഗവൺമെന്റ് ചെയ്യില്ല എന്നറിയാം, എന്നാൽ സുരേഷ് ഗോപി ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം സുരേഷ് ഗോപി കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിന്റെ പ്രതീക്ഷയായിരുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പട്ടാളം ഓൺ ദ സ്പോട്ട് എത്തും. കാരണം അവിടെ അവർക്ക് സാറ്റലൈറ്റിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും അപ്പോൾ കിട്ടും, ഭൂമിക്കടിയിലുള്ള വിവരങ്ങൾ കിട്ടും. അങ്ങനെയുള്ള ഇന്ത്യ ഗവൺമെന്റിന് എന്തിനാണ് അവിടേക്ക് പട്ടാളക്കാരെ പറഞ്ഞ സാധ്യം? എല്ലാം കഴിഞ്ഞ ശേഷം 6-ാം ദിവസം സത്യത്തിൽ അമ്മ ഒക്കെ അറിയാൻ കൃത്യമായിട്ട് മകൻ ചെന്നപാടെ മരിച്ചിട്ടില്ല. അത് 6-ാം ദിവസത്തോടനുബന്ധിച്ചിട്ടായിരിക്കാം മരണം സംഭവിച്ചിട്ടുണ്ടാകുക എന്നാണ് അമ്മയുടെ മനസ്സിൽ നിന്നുണ്ടായിട്ടുണ്ടാവുക. അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി ജീവനോടെ കിട്ടുകയില്ല. ഒരു അമ്മയുടെ ഗദ്ഗതം ചിന്തിക്കണം. അമ്മയുടെ ഗദ്ഗതം എന്ന് പറയുന്നത് അമ്മയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അമ്മ പറഞ്ഞ ഓരോ വാചകങ്ങളും ഇവിടെയുള്ള അധികാരികളുടെ ഭസ്മമാക്കുന്നതാണ്. അത്രയും ഉഗ്ര ശാപം പോലെയാണ് അവരുടെ വാക്കുകൾ. എന്തിനാണ് ഈ കേരള ഗവൺമെന്റിലെ മന്ത്രിമാർ, എന്തിനാണ് കർണാടകത്തിലെ ഭരണം? അതിലപ്പുറത്തേക്ക് അവർ രണ്ടുപേരും ഇതിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പട്ടാളം വരുന്നു എന്ന് പറഞ്ഞാൽ എക്യുപ്മെന്റ് സഹിതമാണ് വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് മുൻകൂട്ടി അറിയാം ഇന്ന സ്ഥലത്ത് ഈ ലോറി ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നിമിഷ നേരങ്ങൾ കൊണ്ട് കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല പറഞ്ഞ നാണക്കേടാണ്. എന്തായാലും അമ്മയുടെ വാക്കുകൾ നമുക്ക് ഒന്നിക്കൽ കേൾക്കാം. എന്തായാലും അമ്മ നേരത്തെ തീരുമാനിച്ചു, മനസ്സിലാക്കിയിരുന്നു മകൻ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പോഴും നമ്മൾ അങ്ങനെ വിശ്വസിക്കരുത് എന്നാണ് നമ്മൾ പറയാനുള്ളത്. അമ്മ പറഞ്ഞതിനെ ഞാൻ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും നമ്മളാരും അങ്ങനെ വിശ്വസിക്കണ്ട. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം, ആ അർജുന്റെ ജീവനോടെ തിരിച്ചു കിട്ടണമേ, എങ്ങനെയെങ്കിലും അർജുനെ തിരിച്ചു കിട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ കാത്തു നിന്ന് ഞങ്ങൾ മിലിറ്ററി ആവശ്യപ്പെട്ട് ഗൺസ മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു. പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും ഓലെ ഭാഗത്തുനിന്നുണ്ടായില്ല. കാര്യമായിട്ട് സംഭവിച്ചത് ഇവിടുന്ന് രഞ്ജിത്ത് സാറ് പോയത് മാത്രമാണ്. ആ സാറ് പോയതിന് ശേഷമാണ് അവിടെ ഒരു അന്വേഷണത്തിൻ്റെതായിട്ടുള്ളൊരു ഭാഗം നടക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിൻ്റെ ഈ ഒരവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഓലെ ഞാൻ കുറ്റം പറയല്ല, ഓൽക്ക് നിർദ്ദേശത്തിൻ്റെ കുറവുണ്ട്. പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങളില്ലാത്തത് തന്നെ സംശയമുണ്ട്. ഇത് മോനെ കാണാതൊക്കെ ഈ വാഹനം അവിടെ ഇല്ലാന്ന് തെളിയിക്കുക എന്നുള്ള ആരൊക്കെയോ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ വരുമെന്ന് വിചാരിച്ചല്ല. ഇങ്ങനെയൊരവസ്ഥ എനിക്ക് ഇന്ന് വൈകുന്നേരം വരെയുള്ള അന്വേഷണം അവിടുത്തെ നിരീക്ഷിച്ചുകൊണ്ട് വന്നതാണ്. അവിടെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഞാനായിട്ട് ഇമ്പളെ കലക്ടറെ ബന്ധപ്പെടുത്തിയും കൊണ്ട് എൻ്റെ നമ്പർ കൺഫേം ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നമ്പർ കൊടുത്ത് ആ നമ്പർ അനുസരിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അന്നേരം എനിക്ക് ചെയ്തു തരുമെന്ന് അവർ പറഞ്ഞ് ഒരു മെനിയാന്ന് വൈകുന്നേരം ഇമ്പളെ MP സാറിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം നടന്ന ഇങ്ങനെ പത്രക്കാരാണ് ഇതൊന്ന് പൊന്തിച്ച് വരിച്ചത്. ഈ അതനുസരിച്ച് മെനിയാന്ന് വൈകുന്നേരം 6 മണിക്ക് അവർ ഞങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളെല്ലാ സംശയങ്ങളും ചോദിക്കുക, നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലുള്ള സംഭവങ്ങളെ ഫോട്ടോസും വീഡിയോസും അയച്ചു തരുമെന്നും പറഞ്ഞ് അങ്ങനെ അവർ അയച്ചു തന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതെല്ലാം അവർ തന്നെ ഡിലീറ്റ് ചെയ്ത്. പിന്നെ യാതൊരു ബന്ധങ്ങളുമില്ല. അന്ന് രാത്രി വൈകുന്നേരം വരെ ഇത് മണ്ണെടുക്കൽ തുടരുമെന്ന് പറഞ്ഞ് അത് അന്ന് പതിവിലും നേരത്തെ നിർത്തി. പിന്നെ എനിക്ക് സംശയം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്, ഈ ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടുന്ന് 3 ആൾ പോയിട്ടും 2 മുതലാളിമാരും അവിടെ ഉണ്ട്, ഒരു ഡ്രൈവറും. ഇവരൊന്നും അടുത്തേക്ക് കടത്തിവിടില്ല. കടത്തിവിടുമ്പം പോലീസിൻ്റെ മർദ്ദനേറ്റും കൊണ്ട് കള്ളന്മാരെ പോലെ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ പോലെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് പോയ ആളുകളൊക്കെ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും ആലോചിച്ച് അറിയാമല്ലോ, ഇത്രയും ദിവസമായിട്ട് അവിടെ നിൽക്കുന്നൊരവസ്ഥ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചിലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി കളിച്ചാണ്. ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞയച്ചത്, ആ വ്യവസ്ഥേനോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ. എന്താ വെച്ചാൽ ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്ന് ഇതിന് കാത്തുക്കുക. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിൻ്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഓലെ കയ്യിൽ തെളിവില്ല. പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം അറിഞ്ഞത് അവിടെ ഇത്രയും മണ്ണെടുത്തതിൽ മോനെ കാണുന്നില്ല. പക്ഷേ അവിടെ ഒരു കുഴി ഉണ്ടായിനി പുഴേൻ്റെ സൈഡിൽ, ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യത ഉണ്ടെന്ന്. പക്ഷേ അവരൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്, ആ കുഴീൻ്റെ മേലേക്ക് ഇവിടെ നിന്ന് എടുത്ത മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക്. പിന്നെ
ഇനിയിപ്പം നേവിൻ്റെ ആൾക്കാർ വന്ന് വീണ്ടും തരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നാൾ വന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്തു? ഒരു നേവലിനി അല്ലേനോ? കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരമില്ല. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ. അപ്പോൾ ഒരു മനുഷ്യന് ഇത്രയേ ഉള്ളൂ വില. ഈ ഒരു മനുഷ്യനെ തിരഞ്ഞിട്ട് അവിടുന്ന് കുറേ വേറെ ബോഡികളൊക്കെ കിട്ടി. അതൊക്കെ പുറം ലോകം അറിയുന്നുണ്ടോ? ഇത് ഇവിടെ മലയാളത്തിൽ മാത്രം പോരാ, ഇത് ഈ ഓൾ ഇന്ത്യ ശ്രദ്ധയിലേക്ക് വരണം. ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ട് ആളുകൾ മിസ്സിങ് ആണ് അതാന്ന് പറഞ്ഞിട്ട് വേദനിക്കുന്നതൊക്കെ എത്രയോ ആളുകളുണ്ടാവും. അവിടെ എൻ്റെ ചെറിയ മോൻ പറയാണ്, അമ്മേ ഇമ്പള് മലയാളികളായതുകൊണ്ട് ഇമ്പക്ക് എല്ലാവരെ സപ്പോർട്ടും എല്ലാവരും അറ്റൻഷനും കിട്ടി. ഈ ഒരു അറ്റൻഷൻ ഇല്ലാത്ത ഒരു 3 പാവം സ്ത്രീകൾ വേറെ 2 തമിഴ് മനുഷ്യന്മാരും വന്നിട്ട് ആൾക്കാരൊക്കെ അവിടെ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ ആട്ടി ഓടിക്കുകയാണ് അമ്മയെ ചെയ്യുന്നത്. പിന്നെ പുഴേൻ്റെ അപ്പുറത്തും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതും ഒരു നീതിയൊന്നും ആർക്കും കിട്ടുന്നില്ല. ഞങ്ങളെ കൂടെ ഇവർ നടന്നിട്ട് ഇവരോട് ഇങ്ങനെ താഴ്ന്ന് പറയുന്നുണ്ട്. ഇവർ ഓരോ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്, പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർ പറയുന്ന അവിടെ ആ ഹോട്ടൽ എല്ലാവരും ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ ജോലിക്കാരനാണ് ഇവർക്ക് മിസ്സായ അയാൾ ആ ഹോട്ടലിൽ മിസ്സായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഇവർ ഓരോ മുന്നിൽ കൂടെ കൊണ്ടുപോയി മണ്ണ് കോരിയിടുക ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര സെറ്റപ്പില്ലാതെ എനിക്ക് പറയുമ്പോൾ എന്താ പറയുക, അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നുക. ഇന്ത്യയിലാണ് ഇങ്ങനെയൊരു സംസ്ഥാനം തോന്നുക. എന്തിനാ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജ്യം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ്. ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ 3 ആളിലും ഒരുപോലെ പോകും. 3 മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താലും അവൻ വിളിക്കാൻ പറ്റിയില്ല. രാവിലെ 3 മണിക്ക് ഞാൻ എണീക്കുന്ന സമയത്ത് മോൻ്റെ മെസ്സേജിൻ്റെ ഫോണിലുണ്ടാവും. എൻ്റെ ഫോണെടുത്ത് നോക്കി അങ്ങ് കാണാം. ഈ വൈകാരികമായ സമ്മർദ്ദം എൻ്റെ മോനെ അവിടുന്ന് ഓരോ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളൂ. ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങൾ എങ്ങനെ വിഷമിക്കുമോ ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവനും ചിന്തിച്ചിട്ടുണ്ടാവും വീട്ടുകാരെത്രത്തോളം വിഷമിക്കുന്നതെന്ന്. പിന്നെ അവൻ്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് എനിക്ക് സഹനം എന്നുള്ള എൻ്റെ അങ്ങേ തലക്കെത്തിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഇത് കാഴ്ചക്കാർ കുറച്ച് കോമാളികൾ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം. അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല. ഇത്രയൊക്കെ എനിക്ക് എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാനിന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേതെ തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. ഇമ്പക്ക് സത്യമായിട്ടും ഇമ്പളെ MP സാറ്, ഇമ്പളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകർ, ഇവിടുത്തെ എല്ലാ ചാനലുകളും, പത്രം എന്ന് പറയുന്ന ഈ ചാനലുകൾ, പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇമ്പളെ എല്ലാ സപ്പോർട്ടും ചെയ്തു. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സഹായം പോയി കിട്ടിയില്ല. കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിനെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സും ഉണ്ടാവുകയിനി അതെടുക്കുകയും ചെയ്യേനി. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയുക, ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി മതി. എനിക്ക് അത്രയും പറയാം. എന്തെങ്കിലും ചോദിക്കാണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഉണ്ടോ? ഞങ്ങൾ പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പം എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ഠി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്? മതി.